ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, നാം മനസ്സിലാക്കിയ, നമ്മൾ സ്വപ്നം കാണുന്ന പ്രവിശാലമായ അള്ളാഹുവിൻ്റെ സ്വർഗം അത് നമുക്ക് ലഭിക്കണം എന്ന് തന്നെയാണ്. എന്തിനാണ് നന്മകൾ ചെയ്യുന്നത്? എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിട്ടും എന്തുകൊണ്ട് തിന്മകളിലേക്ക് പോകുന്നില്ല? മനസ്സിനെ പിടിച്ചു നിർത്തുന്നതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ആ സ്വർഗമാണ് വിശ്വാസികളുടെ മനസ്സിൽ എപ്പോഴും അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യും. മനുഷ്യരാണ്, സ്വാഭാവികമായും തിന്മകൾ സംഭവിക്കാം. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തിന്മകൾ സംഭവിക്കാവുന്ന പ്രകൃതത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തിന്മ ചെയ്യുന്നവരിൽ ഉത്തമൻ തൗബ ചെയ്തു മടങ്ങുന്നവനാണ്. തിന്മകൾ സ്വാഭാവികമാണ്. പക്ഷേ താൻ ചെയ്ത തിന്മയിൽ ഉറച്ചു നിൽക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റുപറഞ്ഞ് അതൊഴിവാക്കി ജീവിതം നന്നാക്കാൻ ശ്രമിക്കുന്നവനാണ് ഉത്തമനായ മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനോ എണ്ണി കണക്കാക്കാനോ കഴിയാത്ത വിധം വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. യഥേഷ്ടം ദൈനംദിനം ആസ്വദിക്കുന്നു നാം. നമ്മുടെ ശരീരഘടന, അതിലെ അവയവങ്ങൾ, അങ്ങനെ തുടങ്ങിയെല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവത്തിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്, അറിഞ്ഞതാണ്. നമ്മുടെ നാവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഇതിൻ്റെ ഗൗരവം അറിയാത്തവരല്ല നാം ആരും. ഒരാൾക്ക് അയാൾ സ്വപ്നം കാണുന്ന സ്വർഗത്തിലേക്ക് എത്താൻ അയാളുടെ നാവ് കാരണമായി തീരും. എന്നാൽ അയാൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത നരകത്തിൻ്റെ അഗ്നിയിലേക്ക് അയാളെ എത്തിക്കാനും ഇതേ നാവ് കൊണ്ട് സാധിക്കും. ആ നിലക്കാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. വലിസാനൻ വശഫതൈൻ, നിനക്കൊരു നാവും രണ്ട് ചുണ്ടും ഞാൻ നൽകിയില്ലേ? നമ്മൾ സ്വയം ആലോചിക്കുക. എൻ്റെ നാവിനെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് എൻ്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ? അതല്ല, എൻ്റെ സംസാരം കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട്, എൻ്റെ വാക്കുകൾ കൊണ്ട് ആളുകൾ വേദനിക്കുന്നുണ്ടോ എന്ന് നാം സ്വയം ചിന്തിക്കാതെ ഒരിക്കലും ഈ ഒരു പ്രയാസം മാറുകയില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നാളിതുവരെ ചെയ്ത തെറ്റുകൾ അള്ളാഹു പുറത്തു തരണം. ഒന്നതാണ്. മറ്റൊന്ന്, ഇനിയുള്ള ജീവിതമെങ്കിലും, ഇനിയുള്ള കാലമെങ്കിലും നന്മകൾ ചെയ്ത് ജീവിക്കണം. ഈ രണ്ടാഗ്രഹവുമാണ് നിരന്തരമായി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇത് രണ്ടും സാധ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം.
വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നേരായ വാക്ക് പറയണം, നിങ്ങളുടെ സംസാരം നന്നാക്കണം. ഒരു വിശ്വാസിയുടെ സംസാരം കൊണ്ട് ആളുകൾക്ക് പ്രയാസമുണ്ടാവാൻ പാടില്ല. എങ്കിൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ അവനാണ് വമ്പിച്ച വിജയം പ്രാപിച്ചവർ, അവർക്കാണ് സ്വർഗമുള്ളത്. സഹോദരന്മാരെ, നമ്മുടെ ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ നിരന്തരമായി ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരുപാട് തവണ നമ്മൾ തീരുമാനമെടുത്തതാണ്, ആളുകളെ ഇനി ഞാൻ പ്രയാസപ്പെടുത്തില്ല, അല്ലെങ്കിൽ ആളുകളെക്കുറിച്ച് ഇനി ഞാൻ പറയില്ല, പരമാവധി ഞാൻ നിയന്ത്രിക്കും. പക്ഷേ സാഹചര്യങ്ങൾ മാറുമ്പോൾ, നാലാളുകളുടെ കൂടെ തമാശകൾ പറയുമ്പോൾ അറിയാതെ വീണ്ടും നമ്മളിലൂടെ വന്നു പോകും. മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം പറഞ്ഞു, മുആദേ, പരിശുദ്ധ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ സത്തയായ ഒരു വശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? അലാ ഉഖ്ബിറുക ബിമലാകി ദാലിക കുല്ലി, സർവ്വ നന്മകളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ വിഷയം ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു. ഫഅഖദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലിസാനി, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നാവ് പിടിച്ചു. കുഫ്ഫ അലൈക ഹാദ, ഈ നാവിനെ സൂക്ഷിച്ചാൽ മതി. നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ നാവിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതെല്ലാം വൃഥാവിലാകും എന്ന് തിരിച്ചറിയണം. ഒരൽപ്പം അത്ര ഗൗരവമുള്ളൊരു വിഷയമാണോ നാവ് എന്ന നിലക്ക് മുആദ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, വഹൽ യകുബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ആളുകൾ മനുഷ്യർ നരകത്തിലേക്ക് മുഖം കുത്തി വീഴാൻ കാരണമായത് അവരുടെ നാവ് ചെയ്തതിന്റെ ഫലമല്ലാതെ മറ്റെന്താണ് എന്ന്. നമ്മുടെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടാൻ ഇത് കാരണമായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മയ്യളുമൻലി, ആരാണ് എനിക്ക് സൂക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകുന്നത്, മാ ബൈന ലഹ്യൈഹി, അവന്റെ താടിയെല്ലുകൾക്കിടയിലുള്ളതിനെ അഥവാ നാവിനെ, വമാ ബൈന റിജ്ലൈഹി, അവന്റെ കാലുകൾക്കിടയിലുള്ളതിനെ, ഗുഹ്യാവയവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ സൂക്ഷിക്കാമെന്ന് ആരെനിക്ക് ഉറപ്പ് നൽകുന്നു, ആൽമൻ ലഹുൽ ജന്ന, അവന് വേണ്ടി സ്വർഗത്തിന് ഞാൻ ജാമ്യം നിൽക്കാമെന്ന്. വളരെ പ്രയാസമാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ദുനിയാവിലെ വളരെ ചുരുങ്ങിയ ഈ കാലയളവിൽ നാം ആത്മാർത്ഥമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, മുസ്ലിമായതിൽ അഭിമാനിക്കുന്നവരാണ്, മുസ്ലിമായി തന്നെ മരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരാണ് മുസ്ലിം എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു മറുപടി, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഞാനൊരു മുസ്ലിം ആവണമെങ്കിൽ മറ്റുള്ളവർ എൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും ഒഴിവാകണം. എന്ന് പറഞ്ഞാൽ മാനസികമായോ ശാരീരികമായോ ഞാൻ കാരണം ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണോ എന്ന് നാം ആലോചിക്കുക. നമ്മൾ കാരണം പ്രയാസപ്പെടുന്നവരുണ്ടോ? ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ മരണപ്പെട്ടാലും നമ്മൾ പറഞ്ഞ വാക്കുകൾ ആലോചിച്ച് കരയുന്ന മനുഷ്യന്മാരുണ്ടായാൽ എങ്ങനെയാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്? സഹോദരന്മാരെ, ഈ വിഷയത്തെ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ നാം കാണണം. പലപ്പോഴും നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത, ഞാൻ എന്തിനു പറയാതിരിക്കണം, ഞാൻ കളവൊന്നുമല്ലല്ലോ പറയുന്നത്, സത്യം തന്നെയല്ലേ, അയാൾ ചെയ്ത അല്ലെങ്കിൽ അവൾ ചെയ്ത ഒരു വിഷയത്തെക്കുറിച്ചല്ലേ ഞാൻ സംസാരിക്കുന്നത്, അതിലെന്താണ് തെറ്റ് എന്ന്
പിശാച് നമ്മളോട് ചോദിക്കും. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അതദറൂന മൽ ഗീബ, സ്വഹാബത്തെ എന്താണ് ഗീബത്ത് എന്ന് നിങ്ങൾക്കറിയും? അവർ പറഞ്ഞു, ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, നബിയെ ഞങ്ങൾക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരനെ കുറിച്ച് അല്ലെങ്കിൽ സഹോദരിയെ കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ അയാളെ കുറിച്ച് പറയുന്നതാണ് ഗീബത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കും. സ്വാഭാവികമായും ചോദ്യം വന്നു, ഖീല അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, നബിയെ ഞാൻ പറയുന്ന വിഷയം അയാളിൽ ഉള്ളതാണെങ്കിലോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇക്തബ്ത, ഒരാളിൽ ഉള്ള വിഷയമാണ് നീ പറഞ്ഞു നടക്കുന്നത് എങ്കിൽ നീ അയാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു. വഇല്ലം യകുൻ ഫീ ഫഖദ് ബഹത്ത, ഇനി ഒരാളെ കുറിച്ച് ഇല്ലാത്തതാണ് പറയുന്നത് എങ്കിൽ നീ കളവ് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഇസ്ലാം ഗീബത്തായാലും കളവായാലും വിശ്വാസികളോട് പാടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. എത്രത്തോളം ചോദിച്ചാൽ, ഒരാൾക്ക് സംസാരിച്ചാൽ അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല എങ്കിൽ അയാൾ മിണ്ടാതിരിക്കട്ടെ എന്നാണ് ഹദീസ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അത് പറയാൻ കഴിയില്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം നമ്മൾ അത്രയും പ്രതീക്ഷിച്ച് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതെല്ലാം നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. മഹാനായ സ്വഹാബി, രണ്ടാമത്തെ ഖലീഫ, ഇസ്ലാമിക ലോകത്തെ ഖുലഫാ ഉർ റാഷിദീങ്ങളിലെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്ന പ്രസിദ്ധമായ ഒരു ഖൗലുണ്ട്, മാ നദിംതു അലാ സുകൂതി മറത്തൻ വലാകിൻ നദിംതു അലൽ കലാമി മിറാറ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ മൗനം കൊണ്ട് എനിക്കൊരിക്കലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ മിണ്ടാതിരുന്നതിൻ്റെ പേരിൽ എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടില്ല. വലാകിൻ നദിംതു അലൽ കലാമി മിറാറ, ഞാനൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ, ഞാൻ സംസാരിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട്, ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. എത്ര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഇടപെടേണ്ടതല്ലാത്ത ഒരവസ്ഥയിൽ, ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇടപെട്ടത് കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം വളരെ കർശനമായി നിരോധിച്ചതാണ്. നമ്മളൊക്കെ നിസാരമെന്ന് കരുതുന്ന വാക്കുകളെ കുറിച്ച് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണെന്നറിയോ ഉണർത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയാണ് സൊഫിയ റളിയല്ലാഹു അൻഹ. അവരുടെ സംസാരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിനിടയിൽ വന്നുപോയൊരു പ്രയോഗം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ്. ഈ ഉമ്മത്തറിയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഈ വിഷയങ്ങളിലൊക്കെ പറഞ്ഞത് എന്ന് ഗുണകാംക്ഷയാണ് നമ്മളോടുള്ള. ആ പ്രയോഗത്തിനിടയ്ക്ക് തഹനി ഖസീറ, സൊഫിയ അവൾ കുറുകിയവളല്ലേ എന്ന നിലക്ക്, കുള്ളത്തിയല്ലേ എന്ന നിലക്കൊക്കെ സാധാരണ ആളുകൾ പറയുന്ന തരത്തിലുള്ള ഒരു പ്രയോഗം. ആ ഒരു സംസാരം വന്നപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം നിർത്തി. പ്രവാചകന്റെ മുഖഭാവം മാറാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, യാ ആയിഷ ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹ്രി ലമസജതുഹു. ആയിഷ, നീ ഇപ്പോൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതെങ്ങാനും കടലിലെ വെള്ളത്തിൽ മുക്കിയാൽ ആ വെള്ളം മുഴുവൻ കലങ്ങാൻ മാത്രം കടുപ്പമുണ്ടാവാക്കി. എന്താ പറഞ്ഞത്? അവൾ കുറുകിയവളല്ലേ എന്നൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം. ആ പ്രയോഗത്തെക്കുറിച്ച് പോലും ഇത്ര ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട് എങ്കിൽ
സഹോദരന്മാരെ, നമ്മളെക്കുറിച്ച് ആലോചിക്കുക. ഒരാളോട് ഏതെങ്കിലും നിലക്കുള്ള ഒരു അകൽച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ ആലോചിക്കുന്നത് എന്തു പറഞ്ഞാലാണ് അവൻ ഏറ്റവും അധികം പ്രയാസപ്പെടുക, ഏറ്റവും അധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാക്കുകളാണ് നമ്മൾ എടുത്ത് പ്രയോഗിക്കുക. സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ തീർച്ചയായും നിലപാടുകൾ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അക്തറു ഖതായ ഇബ്നി ആദമ ഫീ ലിസാനി. ആദമിന്റെ മക്കൾ, മനുഷ്യർ, അവർ ഏറ്റവും അധികം തെറ്റുകൾ ചെയ്യുന്നത് അവരുടെ നാവ് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിന്റെ യാത്രയിൽ പല കാഴ്ചകളും കണ്ടു. ദുനിയാവിൽ ജീവിക്കുന്ന കാലയളവിൽ മനുഷ്യർ ചെയ്യുന്ന തെറ്റിന്റെ അനന്തരഫലങ്ങൾ അത് കാണിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മറർതു ബിഖൗമിൻ, ഒരു വിഭാഗം ആളുകളുടെ അരികിലൂടെ ഞാൻ നടന്നു. അവരുടെ പ്രത്യേകത, ലഹും അളുഫാറും മിൻ നുഹാസിൻ, അവർക്ക് ചെമ്പിന്റെ നഖങ്ങളുണ്ട്. ഇതൊരു കെട്ട് കഥയല്ല, സ്വഹീഹായി വന്ന ഹദീസാണ്. നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന സാഹചര്യങ്ങളാണ്. ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് യഖ്മുശൂന വുജൂഹഹും വസുദൂറഹും, അവരവരുടെ മുഖങ്ങളും മാറുമെല്ലാം മാന്തി പൊളിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് സ്വന്തം മുഖവും മാറുമെല്ലാം മാന്തി പൊളിക്കുന്ന ഭീകരമായ രംഗം കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയോട് ചോദിക്കുന്നുണ്ട്, ഖുൽതു മൻ ഹഉലാഇ യാ ജിബ്രീൽ, ഓ ജിബ്രീൽ, ആരാണവർ, എന്താണ് അവർ ചെയ്ത തെറ്റ്, എന്തിനാണ് അവർ ഈ ശിക്ഷ അനുഭവിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, ഖുൽ ഹഉലാഇല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, അവർ ജനങ്ങളുടെ പച്ചമാംസം ഭക്ഷിച്ചവരാണ്. വയഖഊന ഫീ അറാദിഹിം, അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവരാണ്. ഒരു മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്. നമ്മൾ എത്ര ഉയർന്ന പോസ്റ്റിലുള്ളവരാണ് എങ്കിലും നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ ആളുകളുടെ മുമ്പിലിട്ട് അവരെ വഷളാക്കാൻ നമുക്കൊരു അവകാശവുമില്ല. ഒരു മുസ്ലിം അയാൾ മനസ്സിലാക്കേണ്ടത്, അയാൾ ആരായാലും എത്ര നിലവാരം കുറഞ്ഞവരായാലും അദ്ദേഹത്തിന്റെ ആ ശരീരത്തിന്, ആ വ്യക്തിയുടെ അഭിമാനത്തിന് അർഹിക്കുന്ന പവിത്രത കാണാൻ കഴിയണം. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു, സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ ആ സഹോദരന്റെ പച്ചമാംസം ഭക്ഷിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ വെറുക്കുന്നില്ലേ? ഫത്തഖുല്ലാ, എങ്കിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അതിന് തുല്യമാണ് എന്ന്. സഹോദരന്മാരെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ദുനിയാവിലും പരലോകത്തും വിജയിക്കാൻ കഴിയും. അതല്ല എങ്കിൽ തീർച്ചയായും പരാജിതരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ചില സ്വഹാബികൾ വന്നു. ഒരു സ്ത്രീയെക്കുറിച്ച് പരാതി പറയാൻ വന്നതാണ്. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ഫുലാനത്തുൻ, നബി, ഒരു പെണ്ണുണ്ട്, തഖൂമുൽ ലൈൽ, അവളെ രാത്രി നിന്ന് നമസ്കരിക്കുന്നവരാണ്, സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവളാണ്. വ തസൂമുൻ നഹാർ, പകലിൽ മിക്കപ്പോഴും അവർക്ക് നോമ്പാണ്, സുന്നത്ത് നോമ്പുകളാണ്. പക്ഷേ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നവളാണ്. പക്ഷെ അവൾക്കൊരു കുഴപ്പമുണ്ട്, വതുഅ്ദി ജീറാനഹാ ബിലിസാനിഹ, അവളുടെ അയൽവാസികളെ നാവ് കൊണ്ട് പ്രയാസപ്പെടുത്തുന്നവരാണ്, നോവിക്കുന്നവളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല. വഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകാവകാശിയായി. മറ്റൊരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു, ഫർദ് നമസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന, കഴിവിന്റെ പരമാവധി ഒക്കെ ദാനധർമ്മം ചെയ്യുന്ന ഒരു സ്ത്രീ. പക്ഷെ അവൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. രണ്ട് സന്ദർഭങ്ങളിലായി പറയുകയാണ്, അവൾക്കൊരു ക്വാളിറ്റി ഉണ്ട്, ലാ തുഅ്ദി അഹദൻ, അവൾ ഒരാളെയും പ്രയാസപ്പെടുത്താറില്ല, ബുദ്ധിമുട്ടിക്കാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
വഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗാവകാശിയായി. എന്താണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നന്മകൾക്ക് പ്രതിഫലമില്ല എന്നാണോ? സുന്നത്ത് നോമ്പുകൾ വൃഥാവിലാണ് എന്നാണോ? ഒരിക്കലുമല്ല. ഓരോരുത്തരും സ്വർഗത്തിലെത്തിയാൽ തന്നെ അയാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, അയാളുടെ സുന്നത്ത് നോമ്പും ദിക്റുകളും ദാനധർമ്മത്തിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ദറജകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ഉണ്ടായാലും അതെല്ലാം മറ്റൊരു ഭാഗത്തോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതൊരു വലിയ പരാജയമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ യഥാർത്ഥമായ രീതിയിൽ സൂക്ഷിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു ധനികനായ മനുഷ്യൻ, ധാരാളം സമ്പത്തുള്ള, സന്താനങ്ങളുള്ള, ഒരുപാട് ബിസിനസ് എല്ലാമുള്ള ഒരു മനുഷ്യൻ, ആരും അദ്ദേഹം വലിയ സമ്പന്നനാണ് എന്ന് പറയാൻ ഒതുങ്ങുന്ന എല്ലാം അയാൾക്കുണ്ട് എന്ന് കരുതുക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാളുടെ ഓരോന്നോരോന്നായി നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഒന്നുമില്ലാത്തവനായി, പാപ്പരായി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അയാൾ മാറിയാൽ ആളുകൾ പറയും, അയ്യോ പാവം, എന്തൊക്കെയോ ആയിരുന്നു, പക്ഷെ ഇന്ന് ഒന്നുമില്ലാത്തവനാണ്, പാപ്പരാണ്, അയാൾക്കുള്ള എല്ലാ ബിസിനസ്സും തകർന്നുപോയി എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ദുനിയാവിൽ അയാൾ നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെട്ടേക്കാം, സ്വാഭാവികമാണ്, സാഹചര്യമുണ്ട്, നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് ഇസ്ലാമിക വീക്ഷണത്തിൽ അയാൾ പാപ്പരാകുന്നില്ല. എന്നാൽ നമ്മൾ പരലോകത്ത് കാണുമെന്ന് വിചാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാളെ പരലോകത്തെത്തുമ്പോൾ അതവിടെ കാണാതെ വരുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടവനായിട്ടാണ് തിരിച്ചു വരുന്നത് എങ്കിൽ പിന്നീട് നമുക്ക് ദുനിയാവിലേക്ക് ഒരു അവസരമില്ല, ഒരു മടക്കമില്ല. നമുക്ക് ലഭിച്ചതു മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്, അതദറൂന മനിൽ മുഫ്ലിസ്, പാപ്പരായവരാരാണ് എന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബത്തെ? നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ സ്വഹാബത്തും പറഞ്ഞു, ഖാലു അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ വലാ മതാ, ദിർഹമും ദുനിയാവിലെ വിഭവങ്ങളൊന്നും ലഭിക്കാത്ത ആളുകളാണ് പാപ്പരായവർ എന്നവർ മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഫ്ലിസായവർ, പാപ്പരായവർ ആരാന്നറിയോ? മൻ യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യൻ വരും. എങ്ങനെയുള്ള മനുഷ്യനാണ്? ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, കൃത്യമായി നമസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, സകാത്തെല്ലാം കൃത്യമായി കൊടുക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ അവിടെ വരുമ്പോ വയഅതി, മറ്റൊരു മനുഷ്യൻ കടന്നു വരും, ഖദ് ശതമ ഹാദാ, എന്നിട്ട് ഈ സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിനോട് പരാതി പറയും, അള്ളാഹുവേ എന്നെ ചീത്ത വിളിച്ചവനാണ്. വഖദഫ ഹാദാ, ഞാൻ ചെയ്യാത്തൊരു തെറ്റ് എന്റെ മേലിൽ ആരോപിച്ചവനാണ്, ആരോപണം നടത്തിയവനാണ്. വഅകല മാല ഹാദാ, എന്റെ ധനം അപഹരിച്ചെടുത്തവനാണ്. വസഫക ദമ ഹാദാ, രക്തം ചിന്തിയവനാണ്, എന്നെ അടിച്ചവനാണ്, എന്നെ ബുദ്ധിമുട്ടിച്ചവനാണ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ പ്രയാസപ്പെടുത്തിയ മനുഷ്യർ നാളെ പരലോകത്ത് കടന്നു വരും. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയുഅ്താ ഹാദാ മിൻ ഹസനാതി വഹാദാ മിൻ ഹസനാതി, നമ്മൾ ചെയ്ത നമസ്കാരം ഉണ്ടല്ലോ, നമ്മുടെ നോമ്പുണ്ടല്ലോ, ദാനധർമ്മങ്ങളുണ്ടല്ലോ, ഓരോന്നോരോന്നായി പരാതി പറഞ്ഞ മനുഷ്യന്മാർക്ക് എടുത്തു കൊടുക്കും. അങ്ങനെ മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മുടേത് തീർന്നു എന്ന് വന്നാൽ ഫഇൻ ഫനിയത് ഹസനാതുഹു ഖബ്ല അൻ യുഖ്ള മാ അലൈഹി, മുഴുവൻ സൽക്കർമ്മങ്ങളും തീർന്നു.
എന്നിട്ടും നമ്മളാൽ പ്രയാസപ്പെടുത്തിയ ആളുകൾ ബാക്കിയാണ് എങ്കിൽ ഉഖിദ മിൻ ഖതായാഹും, അവർ ചെയ്ത തിന്മകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു ദുനിയാവിൽ ജീവിച്ചിരുന്നത്. പക്ഷെ നാളെ പരലോകത്ത് അവിടെ വെച്ച് മറ്റുള്ളവരുടെ തിന്മകൾ പേറേണ്ട ഒരു ഗതികേട് വന്നാൽ അങ്ങനെ അവസാനം സുമ്മ തുരിഹ ഫിന്നാർ, നരകത്തിലേക്ക് അവനെ വലിച്ചെറിയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സഹോദരന്മാർ, ഇതിലും വലിയ പാപ്പരത്തെന്താണ്? ഇത് നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വളരെ കരുതലോടുകൂടി ജീവിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടും. ഇന്ന ശൈത്വാന ലകും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു, തീർച്ചയായും ശൈത്വാൻ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഒരാളെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം എന്ന് ഖുർആൻ പറഞ്ഞതാണ്. പിശാചിനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണണം. അവൻ ആഗ്രഹിക്കുന്നത് ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവൻ ഏതായാലും നരകത്തിന്റെ ആളാണ്. അതുകൊണ്ട് ആളുകളും എന്നെപ്പോലെ നരകത്തിൽ കിടന്നെരിയണം എന്നാഗ്രഹിച്ചുകൊണ്ട് പിശാച് ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളും അതിനുള്ള പ്രേരണകളും നിരന്തരമായി പിശാച് നടത്തും. ആ പിശാച് തന്നെ നമുക്ക് കാണാം, സൂറത്തുൽ ഇബ്രാഹിമിൽ അള്ളാഹു പറയുന്നുണ്ട്, അവൻ കടിയൊഴി. ഞാൻ അവരെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരാളെ കൊണ്ടും തെറ്റ് ചെയ്യിക്കാൻ എനിക്ക് കഴിയില്ല. കേവലം ചിന്തകൾ ഇട്ട് കൊടുക്കാൻ, ക്ഷണിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. ഫസ്തജബ്തും ലി, അവരെനിക്ക് ഉത്തരം തന്നു. അതുകൊണ്ട് ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങൾ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്ന രംഗം നാളെ പരലോകത്ത്. സഹോദരന്മാരെ, വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നാം ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും എൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റു പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും മുഴുവൻ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായി എന്ന ഒറ്റ കാരണത്താൽ വർഷങ്ങളോളം പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് നീ ആശ്വാസം നൽകണേ. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم